നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് താലിബാന്റെ ചരിത്രത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അഫ്ഗാനിസ്ഥാനെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയം, പതനം, പിന്നെ ആരും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചുവരവ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2021 ഓഗസ്റ്റിലെ ആ കാഴ്ച നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. കാബൂൾ വളരെ പെട്ടെന്ന് താലിബാന്റെ കൈകളിലേക്ക് വീഴുന്നു. അപ്പോഴെല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് 2 പതിറ്റാണ്ട് ട്രില്യൺ കണക്കിന് ഡോളറൊക്കെ ചെലവഴിച്ചിട്ടും ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം തകർന്നുപോയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് കുറച്ചു പിന്നോട്ട് പോകണം, ഏതാണ്ട് 4 പതിറ്റാണ്ട് പിന്നോട്ട്. ഈ കഥയുടെ എല്ലാം തുടക്കം 1979-ലാണ്. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തുന്ന ആ ഒരു സംഭവത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അത് അഫ്ഗാനിസ്ഥാന്റെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. അപ്പോൾ എന്തിനാണ് സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിച്ചത്? പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു. ഒന്ന്, അവിടെയുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർച്ചയുടെ വക്കിലായിരുന്നു. അവരെ സംരക്ഷിക്കണമായിരുന്നു. 2, തൊട്ടടുത്ത ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുകയാണ്. അത് അഫ്ഗാനിസ്ഥാനിലേക്ക് പടരാതെ നോക്കണം. പിന്നെ മധ്യേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്തുക. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. ഈ സോവിയറ്റ് അധിനിവേശത്തിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് ഉയർന്നുവന്നു. അവരെയാണ് നമ്മൾ മുജാഹിദീൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഒറ്റക്കെട്ടായ സൈന്യമൊന്നുമായിരുന്നില്ല കേട്ടോ. പലതരത്തിലുള്ള ഗ്രൂപ്പുകളായിരുന്നു. ചിലർ ഇസ്ലാമിസ്റ്റുകൾ, ചിലർ ദേശീയവാദികൾ, മറ്റു ചിലർ ഗോത്രപോരാളികൾ. ഇവരെല്ലാവരും ഒരുമിച്ച് സോവിയറ്റ് യൂണിയനെതിരെ ഒരു വിശുദ്ധ യുദ്ധത്തിന് ഇറങ്ങി. ഈ മുജാഹിദീൻ പോരാളികൾക്ക് പുറത്തുനിന്ന് വലിയ സഹായം കിട്ടി, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന്. CIA-യുടെ ഓപ്പറേഷൻ സൈക്ലോൺ എന്ന പേരിൽ അവർ ആയുധങ്ങൾ നൽകി. അതിലേറ്റവും പ്രധാനം സ്റ്റിംഗർ മിസൈലുകളായിരുന്നു. സോവിയറ്റ് ഹെലികോപ്റ്ററുകളെ ആകാശത്ത് നിന്ന് വീഴ്ത്താൻ ശേഷിയുള്ള ആ മിസൈലുകൾ ശരിക്കും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു തിരിച്ചടിയായിരുന്നു. 10 വർഷം നീണ്ട ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടമായത് 15,000-ത്തിലധികം സൈനികരെയാണ്. പക്ഷേ യഥാർത്ഥ ദുരന്തം അനുഭവിച്ചത് അഫ്ഗാൻ ജനതയായിരുന്നു. 1 മില്യണിലധികം, അതായത് 10 ലക്ഷത്തിലധികം സാധാരണക്കാരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ആ ദുരന്തത്തിന്റെ ആഴമൊന്ന് ഓർത്തുനോക്കൂ. ഒടുവിൽ 1989-ൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങി. അപ്പോൾ സമാധാനം വരുമെന്ന് കരുതിയവർക്ക് തെറ്റി. പകരം രാജ്യം അതിലും വലിയൊരു കുഴപ്പത്തിലേക്ക് പോയി. ഒരു അധികാരശൂന്യത രൂപപ്പെട്ടു. പല യുദ്ധപ്രഭുക്കൾ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കായി തമ്മിലടിക്കാൻ തുടങ്ങി. അതൊരു ക്രൂരമായ ആഭ്യന്തര യുദ്ധമായി മാറി. ഈ ആഭ്യന്തര യുദ്ധത്തിന്റെയും അരാജകത്വത്തിന്റെയും ഇടയിൽ നിന്നാണ് താലിബാൻ എന്നൊരു പുതിയ ശക്തി ഉയർന്നുവരുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ താലിബാൻ? താലിബ് എന്ന പഷ്തു വാക്കിന് വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം. പാകിസ്ഥാനിലെ മതപാഠശാലകളിൽ പഠിച്ചിരുന്ന പഷ്തൂൺ വംശജരായ വിദ്യാർത്ഥികളായിരുന്നു ഇവർ. 1994-ലാണ് ഇവർ ഒരു പ്രസ്ഥാനമായി രംഗത്തുവരുന്നത്. അഴിമതിയും ആഭ്യന്തര യുദ്ധവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്കു മുന്നിൽ അവർ ചില വാഗ്ദാനങ്ങൾ വെച്ചു. നിയമവും സമാധാനവും, അഴിമതിയില്ലാത്ത ഭരണം, ഇസ്ലാമിക നീതി. എന്നാൽ 1996-ൽ കാബൂൾ പിടിച്ചടക്കിയ ശേഷം നമ്മൾ കണ്ടത് മറ്റൊന്നായിരുന്നു. ശരിയത്ത് നിയമത്തിന്റെ അതിക്രൂരമായ വ്യാഖ്യാനങ്ങൾ, പരസ്യമായ വധശിക്ഷകൾ, സ്ത്രീകൾക്ക് ജോലിയും വിദ്യാഭ്യാസവും പൂർണ്ണമായി നിഷേധിച്ചു, സംഗീതവും കലയുമെല്ലാം നിരോധിച്ചു. ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? താലിബാന്റെ ആദ്യ ഭരണകൂടം ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടതായിരുന്നു. ലോകത്ത് ആകെ 3 രാജ്യങ്ങൾ മാത്രമാണ് അവരെ അംഗീകരിച്ചത്: പാകിസ്ഥാൻ, സൗദി അറേബ്യ, പിന്നെ UAE. ഇതേ സമയത്താണ് ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിച്ച ഒരു സഖ്യം രൂപപ്പെടുന്നത്. ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിലുള്ള അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടനയ്ക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ സുരക്ഷിതമായൊരു താവളം ഒരുക്കിക്കൊടുത്തു. ഈയൊരു സഖ്യമാണ്, ഈയൊരു ബന്ധമാണ് പിന്നീട് അമേരിക്കയെയും സഖ്യകക്ഷികളെയും അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 11, 2001 അൽ-ഖ്വയ്ദ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തുന്നു. അമേരിക്ക ഒസാമ ബിൻ ലാദനെ വിട്ടുതരാൻ താലിബാനോട് ആവശ്യപ്പെട്ടു. അവർ വിസമ്മതിച്ചതോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം ആരംഭിച്ചു. ആഴ്ചകൾക്കുള്ളിൽ തന്നെ താലിബാൻ ഭരണം നിലംപതിച്ചു. അങ്ങനെയാണ് 20 വർഷം നീണ്ട ആ യുദ്ധം തുടങ്ങുന്നത്. 2001-ൽ താലിബാൻ ഭരണകൂടം തകർന്നെങ്കിലും അവർ ഇല്ലാതായില്ല.
പകരം അവരൊരു ശക്തമായ സായുധ കലാപമായി പതിയെ പതിയെ പുനഃസംഘടിച്ചു. വർഷങ്ങൾ നീണ്ട പോരാട്ടം. ഒടുവിൽ 2020 അമേരിക്കയും താലിബാനും തമ്മിൽ ദോഹയിൽ വെച്ച് ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതോടെ അമേരിക്കൻ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങി. അത് താലിബാന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കുകയും ചെയ്തു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. പരാജയപ്പെട്ടിട്ടും താലിബാൻ എങ്ങനെ അതിജീവിച്ചു? അവർ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരുന്നില്ല. പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിലും അഫ്ഗാനിലെ ഗ്രാമങ്ങളിലും അവർ വീണ്ടും സംഘടിച്ചു. കാബൂളിലെ സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും അവർക്ക് സഹായകമായി. അതോടൊപ്പം വിദേശ സൈന്യത്തിനെതിരെ പോരാടുന്ന ദേശീയവാദികളായി സ്വയം അവതരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. ഇത് നമ്മളെ ഈ കഥയുടെ അവസാന ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എത്തിക്കുകയാണ്. താലിബാന്റെ അധികാരത്തിലേക്കുള്ള ഞെട്ടിക്കുന്ന തിരിച്ചുവരവ്. ആ തിരിച്ചുവരവിന് കളമൊരുക്കിയത് 2020 ദോഹ കരാറാണ്. എന്തായിരുന്നു ഈ കരാർ? വളരെ ലളിതമായി പറഞ്ഞാൽ, അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കും. പകരമായി താലിബാൻ രണ്ടുറപ്പുകൾ നൽകി. ഒന്ന്, അഫ്ഗാൻ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല. 2, അഫ്ഗാൻ സർക്കാരുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാകും. കരാർ ഒപ്പുവെച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സമാധാന ചർച്ചയും നടന്നില്ല. അഫ്ഗാൻ സർക്കാരും താലിബാനും തമ്മിലുള്ള ചർച്ചകൾ എങ്ങുമെത്താതെ പരാജയപ്പെട്ടു. അങ്ങനെ അമേരിക്കൻ സൈന്യം പിൻവാങ്ങാൻ തുടങ്ങിയ ആ നിമിഷം നമ്മൾ കണ്ടത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന അഫ്ഗാൻ സൈന്യത്തെയാണ്. ഒരു ചെറുത്തുനിൽപ്പ് പോലുമില്ലാതെ താലിബാൻ ഓരോ പ്രവിശ്യകളായി പിടിച്ചെടുത്ത് അവസാനം കാബൂളിൽ പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ നീണ്ട ചരിത്രം നമ്മളെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ അനിശ്ചിതത്വത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ 4 പതിറ്റാണ്ടിന്റെ ചരിത്രം നമ്മളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, പുറത്തുനിന്നുള്ള സൈനിക ശക്തി ഉപയോഗിച്ചു മാത്രം ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് അതിന്റേതായ പരിമിതികളുണ്ട്. രണ്ടാമതായി, ഒരു പ്രത്യയ ശാസ്ത്രത്തിനും പ്രാദേശികമായി കിട്ടുന്ന പിന്തുണയ്ക്കും എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നു. പിന്നെ വിദേശ ഇടപെടലുകൾക്ക് എത്ര ദീർഘകാലം നീണ്ടുനിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെന്നതും ഒരു വലിയ പാഠമാണ്. അപ്പോൾ നമ്മളിത് അവസാനിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാണ്. അഫ്ഗാനിസ്ഥാന്റെ ചരിത്രം നോക്കിയാൽ അത് വിദേശ ഇടപെടലുകളുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും ഒരു ചാക്രിക ചലനം പോലെയാണ്. ഈ ചക്രം ഭേദിക്കാൻ, ഇത് അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ എന്തു വേണ്ടിവരും? ഇത് നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു ചോദ്യമാണ്. നന്ദി.